എവിടെയാണ്? ഹലോ ഹലോ ഇങ്ങോട്ട് വായോ, ഫോട്ടോ എടുക്കാൻ വായോ. ആലി ഇങ്ങോട്ട് വായോ. ആലി പ്ലീസ് കം, ഒരു സെൽഫി എടുത്താ. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. വെളിച്ചം പകർന്ന ശ്രേഷ്ഠരായ 2 അധ്യാപകർ. ഈ വിദ്യാലയത്തിന്റെ സാരഥി നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റീജ തെരേസും ഏവർക്കും പ്രിയങ്കരിയായ ഷേർലി ടീച്ചറും. 30 വർഷത്തെ ദീർഘമായ സേവനമാണ് നമ്മുടെ റീജ സിസ്റ്റർ നമ്മുടെ വിദ്യാലയങ്ങളിൽ സമ്മാനിച്ചത്. 20 വർഷക്കാലം ക്ലാസ് അധ്യാപികയായും 10 വർഷക്കാലം ഹെഡ് മിസ്ട്രസ്സായും സിസ്റ്റർ താനായിരിക്കുന്ന ഇടങ്ങളിൽ തൻ്റെ മുഴുവൻ സമയവും ആരോഗ്യവും തൻ്റെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി തൻ്റെ വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി കുട്ടികളുടെ അക്കാദമികവും ഭൗതികവുമായ സമഗ്ര വികസനത്തിനു വേണ്ടി ചെലവഴിക്കാൻ സിസ്റ്റർ അക്ഷീണം പ്രയത്നിച്ചു. തൻ്റെ സേവന സന്നദ്ധതയും അർപ്പണ മനോഭാവവും ഈശ്വര വിശ്വാസവും വളരെ ലളിതമായ ജീവിത ശൈലിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുക്കുന്ന ഏതൊരു ഉദ്യമവും എല്ലാ അധ്യാപകരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് നയിക്കുവാൻ സിസ്റ്റർക്ക് സാധിച്ചു. സിസ്റ്റർ അതിൽ വിജയിക്കുക തന്നെ ചെയ്തു. ഈ അവസരത്തിൽ സിസ്റ്റർക്ക് വേണ്ടി നമുക്ക് സിസ്റ്ററോട് എത്രയധികം നന്ദി പറഞ്ഞാലും അത് മതിയാവുകയില്ല. ഷേർലി ടീച്ചറെ പറ്റി പറയുമ്പോൾ എപ്പോഴും സന്തോഷവതിയായ നമ്മുടെ ഷേർലി ടീച്ചർ, കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന, അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന, ബുദ്ധിമുട്ടുകളിൽ സഹായിക്കുന്ന സ്നേഹമയി. 2 പേരും നമുക്ക് ഏറെ പ്രിയപ്പെട്ടവർ. ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ആശംസകൾ അർപ്പിക്കാം. ഇപ്പോൾ ആശംസകൾ അർപ്പിക്കാനുള്ള സമയമാണ്. ആശംസകൾ അർപ്പിക്കുന്നത് പ്രസംഗ രൂപത്തിലാവണമെന്നില്ല. പാട്ടുപാടിയോ അവരുമായുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചോ കഥകളിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ സ്നേഹം അവരെ അറിയിക്കാം. ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട മദർ ഇവിടെ സിസ്റ്റർ നിവ്യ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 2 വാക്ക് സംസാരിക്കുന്നതിനായി, ആശംസകൾ അർപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്റർ നിവ്യയെ ക്ഷണിക്കുന്നു. ഇന്ന് ആ സുദിനം വന്നെത്തിയിരിക്കുകയാണ്. വളരെ ഈ സർവീസിൽ ചേർന്ന കാലം റിട്ടയർമെൻറ്റ് ഡേറ്റ് അന്ന് തൊട്ട് നമ്മൾ എഴുതും. എന്നാണ് നമ്മുടെ റിട്ടയർമെൻറ്റ് ഡേറ്റ്. അന്ന് വളരെ അകലെയായിരുന്നു ആ റിട്ടയർമെൻറ്റ് ഡേറ്റ്. 2025 ഞാൻ റിട്ടയർമെൻറ്റ് ഡേറ്റായിട്ട് കണ്ടെത്തിയിരുന്ന ഡേറ്റ്. പിന്നീട് അത് 2026 അത് വളരെ അകലെയാണ്, എന്തോരം കൊല്ലങ്ങളുണ്ട് എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് വേഗം വേഗം എൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്.
ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ചാണ് ഈ അധ്യയന വർഷങ്ങൾ പിന്നിടാനായിട്ട് എനിക്ക് സാധിച്ചത്. വേദനിപ്പിക്കുന്ന അങ്ങനെ ഒരു ഓർമ്മകൾ എനിക്ക് വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയും. എപ്പോഴും ഒരു സന്തോഷമാണ് എനിക്ക് എപ്പോഴും ലഭിച്ചിട്ടുള്ളത്. അത് ലഭിക്കാനുള്ള കാരണം അതിൻ്റെ സാഹചര്യങ്ങളും എൻ്റെ കൂടെ പ്രവർത്തിച്ചവരുടെ ഗുണങ്ങളുമാണ് അത് എനിക്ക് നൽകിയിട്ടുള്ളത്. എന്നോട് കൂടെ സഹകരിച്ചവരും അതിനെ വളരെ കരുക്കളായിട്ടുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും ക്ഷണിക്കുകയും അവർക്ക് ഒരു ചെറിയൊരു വിരുന്ന് നൽകുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെയും ഒപ്പം എൻ്റെ കൂടെ തന്നെ ഷെർലി ടീച്ചറിൻ്റെയും വളരെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിച്ചപ്പോൾ നിങ്ങളെല്ലാവരും, ഷെർലി ടീച്ചറും അത് ഉണ്ട് കേട്ടോ, ഞാൻ രണ്ടാളുടെയും കൂടിയാണ് പറയുന്നത്. ഷെർലി ടീച്ചറും ഞാനും, എനിക്ക് ഷെർലി ടീച്ചറെ ഈ റിട്ടയർമെൻറ്റിൻ്റെ ഒരുമിച്ച് കിട്ടിയത് വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കാണ്. ടീച്ചർ പറയും എന്ത് വേണമെങ്കിൽ ആവാം, അതിനൊരു പ്രശ്നമില്ല. അങ്ങനെ സഹകരിച്ച് വളരെ സന്തോഷപൂർവ്വം ഇത് കൊണ്ട് പോകാനായിട്ട് സാധിച്ചത് ഷെർലി ടീച്ചറും കൂടിയുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് നിങ്ങളെല്ലാവരെയും ഈ കൊച്ചു വിരുന്നിന് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഓരോരുത്തരും വളരെ വില കൊടുത്തിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. പല പരിപാടികൾ മാറ്റിവെച്ച് വളരെ അകലെന്നും, പിന്നെ ഇന്നൊരു ഹോളിഡേ ആണ്, എന്നിട്ടും അതൊക്കെ മാറ്റിവെച്ച് മറ്റ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ ക്ഷണം വളരെ ആദരപൂർവ്വം സ്വീകരിച്ചിട്ടാണ് നിങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവരെയും ഞങ്ങളെ ആദരിക്കാൻ, ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളിവിടെ എത്തിച്ചേർന്നതിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ കൊച്ചു വിരുന്നിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. മംഗളം പാടുവാൻ നേരമായി, മംഗളം പാടുവാൻ നേരമായി. മംഗളം പാടുന്നു ഞങ്ങൾ, മംഗളം പാടുന്നു ഞങ്ങൾ. പൂമരക്കൊമ്പിലൊന്നിൽ പൈങ്കിളികൾ കൂടിടുന്നു, മന്ദമായി പാടിടുന്നു ഈരടികൾ.